ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ടീച്ചർ അമ്മയുടെ നാളത്തെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് വമ്പൻ ട്വിസ്റ്റുമായിട്ട് നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ കാര്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ്. മേരിക്കുട്ടി ടീച്ചർ സരസ്വതി ടീച്ചർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യും രാധയ്ക്കും മഹേഷിനുമെതിരെ. ഈ രാധയും മഹേഷിനും മക്കളെന്ന പേരിന് പോലും ഒരിക്കലും അർത്ഥമില്ലാതാക്കുന്നവർ തന്നെയാണ് ഇവരൊരിക്കലും. സരസ്വതി ആ ഒരു ടീച്ചറിൻ്റെ വയറ്റിൽ പിറക്കേണ്ടവരല്ല. ശരിക്കും ആ സരസ്വതി ടീച്ചറിൻ്റെ നീചനായൊരു ഹസ്ബൻഡ് മോഹനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ തനി പകർപ്പാണ്. ആ ജീനിൽ നിന്നും ഉടലെടുത്തത് മാത്രമാണെന്ന് പറയണം. അല്ലെങ്കിൽ ആ ജീനാണ് ഈ മുന്നിട്ട് നിൽക്കുന്നത്, ക്രൂരതയുടെ ആ ജീന് മഹേഷിലും രാധയിലും. അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു മക്കളും ഇതുപോലെ ചെയ്യില്ല. വീണയുടെ കല്യാണത്തിന് പോലും ആ ഒരു അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം പുറത്തു പറയാനാവാതെ ആ അമ്മ സങ്കടപ്പെട്ട ആ മുറിക്കുള്ളിൽ കഴിച്ചു കൂട്ടുന്നത്. ഈ മക്കൾ വിചാരിച്ചാൽ ഇതൊക്കെ പുറത്ത് പറയാവുന്നതേ ഉള്ളൂ. ഇൻഷുറൻസ് തുക തിരിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വീണയുടെ ജോലി നഷ്ടപ്പെടും. വീണയ്ക്ക് ജോലി നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റൊരു ജോലി വീണ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ വീണയ്ക്ക് ജോലി തിരികെ അത് കിട്ടാനുള്ള ജോലി വഴി വീണയ്ക്കറിയാം. ഒരിക്കലും വീണയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അത് ബാധിക്കുകയുമില്ല. എന്നാലും വീണയെങ്കിലും ഇത് പുറത്ത് പറയേണ്ടതായിരുന്നു. അതും നടന്നില്ല. പക്ഷേ നമ്മുടെ കല്ലു അങ്ങനെയല്ല, മറച്ചു വെക്കേണ്ടത് മാത്രം മറച്ചു വെക്കും. അങ്ങനെ കല്ലു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, രാത്രി ഒരു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീച്ചറമ്മ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് മേരിക്കുട്ടി ടീച്ചറെ കണ്ട കാര്യവും അറിയാതെ മേരി എന്ന് വിളിച്ചതും എൻ്റെ മോളുടെ ആ ഒരു സങ്കടവും, അവരെല്ലാവരും എൻ്റെ മോളുടെ വിവാഹത്തിൽ ഞാനില്ലാത്തതിൻ്റെ കുറവ് നികത്താനല്ല അവർ വന്നത്. അത് ശരിക്കും അവർ എൻ്റെ സ്ഥാനത്ത് തന്നെ മേരിക്കുട്ടി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീരണിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മേരിക്കുട്ടി ടീച്ചർ അറിയണ്ടേ, മേരിക്കുട്ടി ടീച്ചറെ അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേരിക്കുട്ടി ടീച്ചർ ഇന്ന് രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല, അറിയണ്ടേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയണം മോളെ, അറിയണം, ആരെങ്കിലുമൊക്കെ അറിയണം ഞാൻ ജീവിച്ചിരിപ്പുണ്ടായെന്ന് മേരിക്കുട്ടി ടീച്ചറോട് പറഞ്ഞാൽ ഒരിക്കലും മേരിക്കുട്ടി ടീച്ചർ പുറത്ത് പറയത്തില്ല. അതേ, അവൾ ഒരിക്കലും പുറത്ത് പറയത്തില്ല മോളെ, എനിക്കൊന്ന് സംസാരിക്കാൻ ഒരു റിലീഫൊക്കെ ആവും അവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതി ടീച്ചർ സമ്മതിക്കുകയാണ് കേട്ടോ. ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെയാണ് കല്ലുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറിനെ കാണിച്ചു കൊടുക്കുകയാണ് കല്ലു. വളരെ അത്യാവശ്യമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്, ബഹളം വയ്ക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. മേരിക്കുട്ടി ടീച്ചർ അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ കല്ലു ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ, സരസ്വതി ടീച്ചർ അന്നേരം ഫോൺ മേടിച്ചിട്ട് ഞാൻ മരിച്ചിട്ടില്ലടി, ഞാൻ ഈ വീട്ടിലുണ്ടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യം പറയാം. ഞാൻ എത്ര ദയനീയമായിട്ടാണ് വീട്ടിനകത്തെന്നറിയാവോ, പിന്നെ നീ എന്തുകൊണ്ട് പുറത്തേക്ക് പറയുന്നില്ല, നിനക്ക് പറയത്തില്ലേ, ഞാൻ വന്നപ്പോൾ ഓടി വരത്തില്ലായിരുന്നു നിനക്ക്, നീ തന്നെ വിളിച്ചായിരുന്നോ എന്നൊക്കെ മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക. അപ്പം വിളിച്ചുകൂടി എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി ടീച്ചറും കണ്ണീരണിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ ഇത് അറിയരുത്, കാരണം എൻ്റെ മോളുടെ ജീവിതമാണ്, അവളുടെ വിവാഹം മുടങ്ങാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇൻഷുറൻസ് ഒക്കെയുടെ കാര്യം ഒരിക്കലും ഞാൻ ഓർക്കുന്നില്ല. അതവൻ തിരിച്ചു കൊടുക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തായാലും മോളുടെ കല്യാണം അത് മുടങ്ങരുത്, മാത്രമല്ല അവളുടെ ജോലി അതിനെയും ബാധിക്കരുത്. അവൾക്ക് മറ്റൊരു ജോലി ആകുന്നത് വരെയെങ്കിലും ഞാൻ ഈ ഒളിവിലിരുന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. അപ്പോൾ അവളിങ്ങനെ ഗവൺമെൻറ് സർവീസിൽ ഈ ഒരു രീതിയിൽ ഇരിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു ജോലി ഇനി എവിടെ നിന്ന് എങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനൊക്കെ ഉള്ളൊരു വഴി ദൈവം കാണിച്ചു കൊടുക്കും എന്നാണ് സരസ്വതി ടീച്ചർ പറഞ്ഞത്. അതിനുശേഷം കല്ലു വാങ്ങിച്ചു കേട്ടോ, ഒത്തിരി സംസാരിക്കേണ്ട കേട്ടോ, പിന്നെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ സംസാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കിടന്നുറങ്ങിക്കോ, ഇതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഇനിയിപ്പോൾ അമ്മമ്മയ്ക്കും ഒരു ഇതാവുമല്ലോ, മേരിക്കുട്ടി ടീച്ചറാണേലും ഇടയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ മേരിക്കുട്ടി ടീച്ചർക്ക് വന്ന സന്തോഷത്തിന് അതിരില്ല എന്ന് വേണം പറയാനായിട്ട്. മാത്രമല്ല ഈ വല്യമാമയെ ഇടയ്ക്ക് വീണയുടെ കല്യാണക്കാര്യവുമായി ബന്ധപ്പെട്ട് ഈ സരസ്വതി ടീച്ചറെ കെട്ടിയ മോഹൻ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ടും ഈ കല്യാണക്കാരി എന്നാണ് കല്യാണം, ഞാനല്ലേ അച്ഛൻ, ഞാനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതല്ലേ എന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്തായാലും സരസ്വതിക്ക് ഇഷ്ടമല്ല ഇയാളെ വിളിക്കുന്നത്. അപ്പോൾ സരസ്വതി ഇല്ലാത്ത സ്ഥാനത്ത് ഞാനല്ലേ വന്ന് കല്യാണം നടത്തേണ്ടത് എന്ന രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വല്യമാമ പറഞ്ഞു, ഇയാളെല്ലാം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതായിരിക്കണം. കല്യാണത്തിന് വിളിക്കണമെന്നും പറഞ്ഞ് ചിലർ കുറേ പ്രകടനങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ, കല്യാണത്തിന് വിളിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ രാധ.
അപ്പോൾ ഇവരാരെങ്കിലും തന്നെ ആയിരിക്കാം എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മുടെ വല്യമാമ സംസാരിക്കുന്നുണ്ട്. പക്ഷേ വീണ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, കല്യാണത്തിന് അയാളെ വിളിക്കാൻ പാടില്ല, അയാൾ വന്നാൽ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ ഒറ്റക്കാലം നിൽക്കുകയാണ്. വീണ മോൾക്കൊപ്പം നമ്മുടെ വല്യമാമയും നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന വിശേഷം. അപ്പോൾ നാളെ രാവിലെ ടീച്ചറമ്മയുടെ കഥയായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടീച്ചറമ്മ നമ്മുടെ ചാനലിൽ കയറി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.